ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യ പ്ലസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ഏതാണ്? രാസഗദ്ദികമാണ് അല്ലേ. അപ്പം ഈ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് പെട്ടെന്ന് നോക്കിപ്പോവാം അല്ലേ. അതിന് മുന്നേ തന്നെ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി എന്തെങ്കിലും എന്ത് ചെയ്യണം, പെട്ടെന്ന് ഓടിപ്പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്നെന്താ കറി? നല്ല മണം വരുന്നുണ്ടല്ലോ. അപ്പം എന്ത് ചെയ്യണേ, അച്ഛനും അമ്മയും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. മോള് ചോദിക്കുകയാണ് അല്ലേ, ഇന്നെന്താ കറി? നമ്മുടെ വീടുകളിലെ അടുക്കള ഒരു രസതന്ത്രശാലയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിരവധി ഭൗതിക രാസമാറ്റങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് അല്ലേ. ഇനി അടുത്ത എന്താ കൊടുത്തേക്കുന്നത്? ചുവടെ നൽകിയിരിക്കുന്ന പ്രക്രിയയെ ഭൗതിക മാറ്റങ്ങൾ, രാസമാറ്റങ്ങൾ എന്നിങ്ങനെ വർഗീകരിക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം അല്ലേ, എന്തൊക്കെ മാറ്റങ്ങളാണെന്ന്. ഫസ്റ്റ് വൺ എന്താണ്? ഐസ് ഉരുകുന്നത്. ഐസ് ഉരുകുന്നത് ഏത് മാറ്റമാണ്? ഒരു ഭൗതിക മാറ്റമാണ് അല്ലേ, ഭൗതിക മാറ്റമാണ്. നെക്സ്റ്റ് അടുത്തത് വിറക് കത്തുന്നത്. വിറക് കത്തുന്നത് ഏത് മാറ്റമാണ്? രാസമാറ്റാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, പാൽ തൈരാകുന്നത്. പാൽ തൈരാകുന്നത് ഏത് മാറ്റാണ്? രാസമാറ്റമാണ് അല്ലേ. അടുത്ത എന്താണ്? പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് ഏത് മാറ്റാണ്? ഭൗതിക മാറ്റാണ് കേട്ടോ. ഏത് മാറ്റാണ്? ഭൗതിക മാറ്റമാണ്. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വെള്ളം തിളയ്ക്കുന്നത്. ഏത് മാറ്റാണ്? ഭൗതിക മാറ്റാണ് കേട്ടോ. വെള്ളം തിളയ്ക്കുന്നത് ഏത് മാറ്റാണ്? ഭൗതിക മാറ്റമാണ്. അടുത്തെന്താണ്? രാസപ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും നിത്യജീവിതത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ്. തീർച്ചയായിട്ടാണ് അല്ലേ. രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയുടെയും അതേപോലെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ നിത്യജീവിതത്തിൻ്റെയും എന്താണ്, ഒരു അവിഭാജ്യ ഘടകം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ധനങ്ങൾ കത്തിക്കുക, അയണിൻ്റെ സ്മെൽറ്റിംഗ്, ഗ്ലാസും മണലും മൺപാത്രങ്ങൾ നിർമ്മിക്കുക, വൈൻ, ചീസ് എന്നിവ തയ്യാറാക്കുക തുടങ്ങിയ രാസപ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അറിയപ്പെടുന്നവയാണ്. ഭൗമ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രങ്ങളും ജീവജാലങ്ങളിലും സംഭവിക്കുന്ന സങ്കീർണമായ പ്രക്രിയകളിൽ നിരവധി രാസപ്രവർത്തനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. ഒന്നോ അതിലധികമോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റമാണ് രാസമാറ്റം. അപ്പോൾ എന്താ രാസമാറ്റം എന്ന് പറയുന്നത്? ഒന്നോ അതിലധികമോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏത് ദ്രവ്യമാണോ എടുക്കുന്നത് ആ ദ്രവ്യത്തിനുണ്ടാകുന്ന മാറ്റത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാസമാറ്റം എന്ന് പറയുന്നത് അല്ലേ. കൂടാതെ രാസമാറ്റത്തിനോടനുബന്ധിച്ച് ഊർജ്ജമാറ്റവും സംഭവിക്കുന്നു. രാസപ്രവർത്തനങ്ങളോടനുബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് ചില പരീക്ഷണങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം കേട്ടോ. ഒന്നാമത്തെ മാറ്റമാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ പരീക്ഷണമാണ് പറയുന്നത് കേട്ടോ. ഒരു സ്പാച്ചുലയിൽ കുറച്ച് പഞ്ചസാര എടുത്ത് ബൺസൺ ബർണറിൽ ചൂടാക്കുക. അപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പഞ്ചസാര എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാരയുടെ നിറം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പഞ്ചസാരയുടെ നിറം എന്ന് പറയുന്നത് വെള്ള നിറമാണ് അല്ലേ. നിങ്ങൾ സാധാരണയായിട്ട് ചെയ്ത് കാണേണ്ട ഒരു പരീക്ഷണമായിരിക്കും. കാരണം പഞ്ചസാര നിങ്ങൾ ചൂടാക്കി നോക്കിയിട്ടുണ്ടോ? പഞ്ചസാര നമ്മൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിന് ഏത് നിറം വരുന്നതായിട്ട് കാണാം? ആദ്യം ബ്രൗൺ നിറമായിട്ട് കാണാം അല്ലേ. എന്നാൽ കുറച്ചും കൂടെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഏത് നിറത്തിലേക്ക് ഇത് മാറുന്നതായിട്ട് കാണാം? കറുപ്പ് നിറം അല്ലെങ്കിൽ ബ്ലാക്ക് നിറമായിട്ട് മാറുന്നതായിട്ട് കാണാം അല്ലേ. ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ നിറം എന്താണ്? ഏതാണ്? ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഏതാണ്? കറുപ്പാണ് കേട്ടോ. ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? കറുപ്പാണ്. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. അടുത്ത രണ്ടാമത്തേതിലേക്ക് പോകാം കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം കാർബണേറ്റ് എടുക്കുക. അതിലേക്ക് 2-3 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പരീക്ഷണം എന്നാണ്? അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ എന്തൊക്കെയാണ് HCl ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്ന് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. നമ്മുടെ Na2CO3 എന്ന് വെച്ചാൽ എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റിലേക്ക് നമ്മൾ എന്ത് ചേർത്തു? HCl എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തു കേട്ടോ. അങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ NaCl എന്ന് വെച്ചാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. CO2 എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. H2O എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വാട്ടർ ഉണ്ടാവുന്നു കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചെറിയ ബബിൾസ് അല്ലെങ്കിൽ ചെറിയ കുമിളകൾ കാണാനിട വരും കേട്ടോ. ആദ്യം എന്താ കാണുന്നത്? കുമിളകൾ കാണും കേട്ടോ. കുമിളകൾ കാണും കേട്ടോ.
ഓക്കെ, ഇനി കുമിളകൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുമിളകൾ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ CO2 എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകമല്ലേ, അതുകൊണ്ടാണ് ഇവിടെ എന്ത് കാണപ്പെടുന്നത്? ഒരു ചെറിയ കുമിളകൾ കാണപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് 5.1 എന്ത് കാണുന്നുണ്ട്? നമ്മൾ പരീക്ഷണം ചെയ്ത് കഴിയുമ്പോൾ അതിൽ ചെറിയ ചെറിയ കുമിളകൾ കാണുന്നില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 അല്ലെങ്കിൽ 3 ml ലെഡ് അസറ്റേറ്റ് ലായനിയിലേക്ക് 2-3 ml പൊട്ടാസ്യം അയോസൈഡ് ലായനി ചേർക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതാ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് 5.2. അപ്പോൾ 2-3 തുള്ളി പൊട്ടാസ്യം അയോസൈഡ് ചേർക്കുമ്പോൾ ലായനി ചേർത്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ട് നോക്കിക്കേ, ലഭിച്ച ഉൽപ്പന്നം ടെസ്റ്റ് ട്യൂബിൽ ഏത് ഭാഗത്താണ് കാണുന്നത്? അപ്പോൾ അങ്ങോട്ട് നോക്കിക്കേ, ടെസ്റ്റ് ട്യൂബിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്? ഏറ്റവും താഴ്ഭാഗം അല്ലെങ്കിൽ താഴെ ഭാഗം അല്ലേ, താഴെ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എഴുതി വെക്കാം, താഴെ ഭാഗം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? ഇതിൻ്റെ നിറം എന്താണ്? അപ്പോൾ ഇതിൻ്റെ നിറം നമുക്ക് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് നിറമാണ്? യെല്ലോ നിറം അല്ലെങ്കിൽ മഞ്ഞ നിറമാണ് അല്ലേ. യെല്ലോ നിറം അല്ലെങ്കിൽ എന്താണ്? മഞ്ഞ നിറമാണ്. ഇനി 4ാമത്തെ പരീക്ഷണത്തിലോട്ട് പോകട്ടോ. 4ാമത്തെ പരീക്ഷണം എന്താ നോക്കിക്കേ, ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് അയൺ സൾഫൈഡ് എടുക്കുക. ഏതെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? അയൺ സൾഫൈഡ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അങ്ങനെ അയൺ സൾഫൈഡ് എടുത്തതിന് ശേഷം അതിലേക്ക് 2-3 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്താൽ മാത്രം പോരാ, ഇത് എന്ത് ചെയ്യാനോട് പറഞ്ഞിട്ടുണ്ട്? നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇക്വേഷൻ പഠിക്കണം നിർബന്ധമല്ല കേട്ടോ, ജസ്റ്റ് എന്തൊക്കെ ഉണ്ടാകുന്നതെന്ന് അറിയാൻ എന്തൊക്കെ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത് കേട്ടോ. FeS ആണ് എന്ത് വരുന്നത്? അയൺ സൾഫൈഡ് വരുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ എന്ത് ചേർത്തു? HCl ചേർത്ത് ചൂടാക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ FeCl2 അയൺ ക്ലോറൈഡും ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ ഉണ്ടാകുന്ന ഒരാളാണ് H2S എന്ന് വെച്ചാൽ ഹൈഡ്രജൻ സൾഫൈഡ് ആണ് കേട്ടോ. ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഈ ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വാതകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗന്ധം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കാലം മുട്ടയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ചീയൂലേ, ഈ ചീഞ്ഞ മുട്ടയുടെ ഗന്ധം നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? അതേപോലത്തെ ഗന്ധമാണ് എന്തിൻ്റെ ഗന്ധം എന്ന് പറയുന്നത്? ഈ H2S അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ എന്തെന്ന് പറയുന്നത്? ഗന്ധം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോവേ. അടുത്ത എന്താ കൊടുത്തേക്കുന്നത്? മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. രാസമാറ്റം തിരിച്ചറിയുന്ന വിധം എങ്ങനെയാണ്? ഇവിടെ രാസമാറ്റം നടന്നു എന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അപ്പോൾ 1ാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ രാസമാറ്റം നടന്നു എന്ന് മനസ്സിലായത് എങ്ങനെയായിരുന്നു? നോക്കിക്കേ, 1ാമത്തെ പരീക്ഷണത്തിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നമ്മുടെ പഞ്ചസാരയെ ചൂടാക്കിയപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ നിറം എന്തായിരുന്നു? ബ്രൗൺ ആയിരുന്നു. ദെൻ അതെന്തായിട്ട് മാറി? കറുപ്പായിട്ട് മാറിയില്ലേ. അപ്പോൾ നിറവ്യത്യാസം ഉണ്ടായി എന്ന് നമുക്ക് പറയാലോ. ശരിയാണല്ലേ. ഇനി 2ാമത്തെ പരീക്ഷണത്തിൽ നമുക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. 2ാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ എന്താ കണ്ടത്? അവിടെ രാസമാറ്റം നടന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്താ ഉണ്ടായത്? അവിടെ കുമിളകൾ കാണാൻ പറ്റി. ശരിയാണോ? അപ്പോൾ ഇവിടെ എഴുതി വെക്കാം അല്ലേ, കുമിളകൾ കാണാൻ പറ്റി. കുമിളകൾ കാണാൻ പറ്റി അല്ലേ, അല്ലെങ്കിൽ കുമിളകൾ ഉണ്ടായി. ഇനി 3ാമത്തെ പരീക്ഷണത്തിലോട്ട് പോകാം അല്ലേ. 3ാമത്തെ പരീക്ഷണത്തിൽ എന്താണ് ഉണ്ടായത്? നമുക്ക് ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്തായിട്ട് ജസ്റ്റ് ലയിക്കാണ്ട് അല്ലെങ്കിൽ അവക്ഷിപ്തമായിട്ട് കിടക്കുകയായിരുന്നു അല്ലേ. അപ്പം നമുക്ക് അവക്ഷിപ്തമുണ്ടായി എന്ന് എഴുതാം കേട്ടോ. ക്ഷിപ്തമുണ്ടായി അല്ലെങ്കിൽ അവക്ഷിപ്തം കാണാനിടയായി കേട്ടോ. ക്ഷിപ്തമുണ്ടായി എന്ന് എഴുതിയാൽ മതി. ഇനി 4ാമത്തെ പരീക്ഷണത്തിൽ എന്താ ഉണ്ടായത്? രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ടായി അല്ലേ. ഗന്ധമുണ്ടായി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത്? ഇവിടെയെല്ലാം രാസമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. 4 പരീക്ഷണങ്ങളിലും രാസമാറ്റം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്തിലേക്ക് പോവേ. വിവിധ തരം രാസപ്രവർത്തനങ്ങൾ. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? പല ടൈപ്പ് രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. രാസപ്രവർത്തനങ്ങളുടെ ഫലമായി നിറവ്യത്യാസത്തിൻ്റെയോ സ്വതന്ത്രമാകുന്ന വാതകത്തിൻ്റെയോ അനുഭവപ്പെടുന്ന ഗന്ധത്തിൻ്റെയോ അവശിഷ്ടത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ രാസമാറ്റം തിരിച്ചറിയാൻ
പറയാനാകുമെന്ന് മനസ്സിലാക്കാം. ശരിയാണല്ലേ? ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാസപ്രവർത്തനങ്ങളെ എങ്ങനെയെല്ലാം വർഗീകരിക്കാൻ കഴിയുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയെല്ലാം വർഗീകരിക്കാൻ കഴിയുമെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം അല്ലേ? ഒരു ബീക്കറിൽ കുറച്ച് നീറ്റുകക്ക എടുക്കുക. ഒരു ബീക്കറിൽ എന്തെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? കുറച്ച് നീറ്റുകക്ക എടുക്കുക. അതിലേക്ക് കുറച്ച് ജലമൊഴിക്കുക. അതിലേക്ക് എന്തൊഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്? കുറച്ച് ജലമൊഴിക്കുക. ബീക്കറിൻ്റെ പുറത്ത് തൊട്ട് നോക്കുക. അപ്പം ബീക്കറിൻ്റെ പുറത്ത് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടും? ചെറിയൊരു ചൂട് അനുഭവപ്പെടും കേട്ടോ. ഇവിടെ കാൽസ്യം ഓക്സൈഡ് ജലവുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ ആരാണ്? നമ്മുടെ CaO ആരുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ? H2O. H2O എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. കൂടാതെ ഇതൊരു താപമോചന പ്രവർത്തനമാണ്. ഇതെന്ത് മോചന പ്രവർത്തനമാണ്? താപമോചന പ്രവർത്തനമാണെന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. തീർച്ചയായിട്ടും എഴുതാൻ പറ്റും അല്ലേ? ഇവിടെ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. CaO + H2O ഗീവ്സ് എന്താണ്? ആരേണ്ടത്? CaOH പിന്നെന്താണ്? 2. ശരിയാണോ? CaO എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നീറ്റുകക്ക അല്ലെങ്കിൽ എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ് അല്ലേ? ഇനി ആരുമായിട്ടാണ് പ്രവർത്തിച്ചത്? H2O അല്ലെങ്കിൽ ജലവുമായിട്ട് പ്രവർത്തിച്ച് എന്തായിരുന്നു ഉണ്ടാകുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? ഇനി നോക്കിക്കേ, മറ്റൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. N2H2NH3. N എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ നൈട്രജൻ ആണ്. H2 എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ് അല്ലേ? NH3 എന്ന് വെച്ചാൽ ആരാണ്? അമോണിയാണ്. ഈ പ്രവർത്തനത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങളാണ് സംയോജിച്ചത്? അപ്പോൾ ഏതെല്ലാം പദാർത്ഥങ്ങളാണ് സംയോജിച്ചതെന്നൊന്ന് പറഞ്ഞേ. N എന്ന് വെച്ചാൽ ആരാണ്? നൈട്രജനും. H എന്ന് വെച്ചാൽ ആരാണ്? ഹൈഡ്രജനുമാണ് സംയോജിച്ചത്. പ്രവർത്തന ഫലമായി ലഭിച്ച ഉൽപ്പന്നം ഏതാണ്? ഒന്ന് നോക്കി പറഞ്ഞേ. പ്രവർത്തന ഫലമായിട്ടുണ്ടായ ഉൽപ്പന്നം എന്ന് പറയുന്ന ആരാണ്? NH3 ആണ് അല്ലേ? പ്രവർത്തന ഫലമായി ഉണ്ടായ ഉൽപ്പന്നം എന്ന് പറയുന്നത് അമോണിയ അല്ലെങ്കിൽ NH3 ആണ്. ഇനി മറ്റൊരു പ്രവർത്തനം പരിശോധിക്കാം. മറ്റൊരു പ്രവർത്തനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. SO2 + O2 ഗീവ്സ് എന്താണ്? SO3 ഉണ്ടാകുന്നു. അപ്പം നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 പേര് കൂടി ചേർന്ന് ഒരാളായിട്ട് മാറി. 2 പേര് കൂടി ചേർന്ന് എന്തായിട്ട് മാറി? ഒരാളായിട്ട് മാറി. അപ്പം നമ്മൾ ഒന്നാം ടൈപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ തരം രാസപ്രവർത്തനം ഏതാണെന്ന് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിക്കുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത് സംയോജന രാസപ്രവർത്തനമാണ്. ഏത് ടൈപ്പാണ്? സംയോജന രാസപ്രവർത്തനമാണ് കേട്ടോ. 2 അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ്? 2 പേര് ചേർന്നിട്ട് ഒരു പുതിയതായിട്ടുള്ള സംയുക്തം ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് രാസപ്രവർത്തനം എന്ന് പറയുന്നത്? സംയോജന രാസപ്രവർത്തനം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ രാസപ്രവർത്തനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതായിരുന്നു? സംയോജന രാസപ്രവർത്തനമാണ്. 2 പേര് കൂടി ചേർന്ന് എത്ര ആളായിട്ട് മാറുന്നു? ഒരാളായിട്ട് മാറുന്നു കേട്ടോ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവേ. ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 3 ഗ്രാം അമോണിയം ഡ്രൈ ക്രോമേറ്റ് എടുത്ത് ഫ്ലാസ്കിൻ്റെ വായുഭാഗം പഞ്ഞി കൊണ്ട് അടച്ചു വെച്ചതിന് ശേഷം ചൂടാക്കുക. എന്ത് മാറ്റമാണ് നിരീക്ഷിച്ചത്? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അമോണിയം അതേപോലെ അമോണിയം ഡ്രൈ ക്രോമേറ്റ് വിഘടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിഘടിച്ച് ആരൊക്കെയായിട്ട് മാറുമെന്ന് വെച്ചാൽ, ക്രോമിയം ട്രൈ ഓക്സൈഡായിട്ട് മാറും. H2O എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വെള്ളം അല്ലെങ്കിൽ വാട്ടറായിട്ട് മാറുന്നുണ്ട്. N2 എന്ന് വെച്ചാൽ എന്താണ്? N2 എന്ന് വെച്ചാൽ നമ്മുടെ നൈട്രജനായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇനി പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരാൾ വിഘടിച്ച് 3 ആളായിട്ട് മാറി. ഒരാൾ വിഘടിച്ച് എത്ര ആളായിട്ട് മാറി? 3 ആളായിട്ട് മാറി. നെക്സ്റ്റ് 2 എക്സാമ്പിളൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെയും ഒരാളാണുള്ളത്. ഇവർ വിഘടിച്ച് എത്ര പേരായിട്ട് മാറിയിട്ടുണ്ട്? 3 പേരായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കിക്കേ, CO3 വിഘടിച്ച് എത്ര പേരായിട്ട് മാറിയിട്ടുണ്ട്? 2 പേരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരാൾ വിഘടിച്ച് 3 ആളായില്ലേ? ഒരാൾ വിഘടിച്ച് എത്രയാളായിട്ട് മാറി? 3 ആളായിട്ട് മാറി. ശരിയാണോ? അപ്പോൾ ഒരാൾ വിഘടിച്ച് 3 ആളാവുന്ന രാസപ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേരാണ് വിഘടന രാസപ്രവർത്തനം. എന്ത് ടൈപ്പ് രാസപ്രവർത്തനമാണ്? വിഘടന രാസപ്രവർത്തനം. അപ്പോൾ നോക്കിക്കേ, ഒരു സംയുക്തം വിഘടിച്ച് 2 അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് വിഘടന രാസപ്രവർത്തനം. അപ്പോൾ ഞാൻ
ചോദിക്കട്ടെ, രണ്ട് പേര് കൂടി ചേർന്ന് ഒരാളാകുന്നതിന് നമ്മൾ എന്താ ഏത് ടൈപ്പ് രാസപ്രവർത്തനം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സംയോജന രാസപ്രവർത്തനം. ഇനി അടുത്ത എന്താണ്? ഒരാൾ 2 or 3 പേരാകുന്നതിന് നമ്മൾ എന്താ പഠിച്ചത്? വിഘടന രാസപ്രവർത്തനം. എന്ത് രാസപ്രവർത്തനമാണ്? വിഘടന രാസപ്രവർത്തനം. ഓക്കെ, അപ്പം അടുത്ത പാർട്ടുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക്